വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാർഷിക മേഖല ഇന്ന് പ്രതിസന്ധി നേരിടുകയാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ രംഗത്ത് വിജയക്കൊടി നാട്ടുന്നവരെക്കുറിച്ചുള്ള വാർത്തകളും നാം കേൾക്കാറുണ്ട്. വിഷമില്ലാത്ത പോഷക സമൃദ്ധമായ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിപണനം ചെയ്യാം, ഇതിനു വേണ്ട കാർഷിക ഉപകരണങ്ങളും സാങ്കേതിക നിർദ്ദേശങ്ങളും എവിടുന്ന് ലഭിക്കും? ഇക്കാര്യങ്ങൾ ഈ അഭിമുഖത്തിലൂടെ വിശദമായി പറഞ്ഞു തരികയാണ് കൊടുവള്ളി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയ മോഹൻ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പുതിയ സംരംഭങ്ങൾ, കാർഷിക സംരംഭങ്ങൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ നമ്മുടെ കർഷകർ മിക്കപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് എന്നത്. ഇത് പരിഹരിക്കുവാൻ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങളായിട്ട് പറയാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മുടെ കർഷകരിൽ ഭൂരിഭാഗം വരുന്ന കർഷകരും ചെറുകിട നാമമാത്ര കർഷകരാണ്. ഇവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ചില സമയത്ത് വിപണിയിൽ വിൽക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഒന്ന്, അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സമയം അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉൽപ്പന്നം വിളവെടുക്കുന്ന സമയത്ത് അർഹതായ ഒരു വില ചിലപ്പം വിപണിയിൽ ലഭ്യമല്ലായിരിക്കും. അല്ലെങ്കിൽ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും മുഴുവൻ വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നേരിടാനായിട്ട് ഓരോ കർഷകരും ഉൽപ്പാദകരോടൊപ്പം തന്നെ, അവർ ഉൽപ്പാദകരാണ്, ഒപ്പം തന്നെ അവർ സംരംഭകരാകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു സമയം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം ഓരോ കർഷകനും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിളകൾ വിളവെടുത്തു കഴിഞ്ഞാൽ അവർക്കത് വിപണിയിൽ വിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് തരത്തിലുള്ള വരുമാനങ്ങൾ. ഒന്ന്, അവർക്ക് വിൽക്കുന്നതിലുള്ള ലാഭം കിട്ടും. അതുപോലെ തന്നെ അവർക്ക് അധികം വരുന്ന അല്ലെങ്കിൽ വിലയിടിവ് മൂലം വിൽക്കാതെ വരുന്ന സാധനങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ അതിൽ നിന്നും ഒരു ലാഭം, അവർക്കത് കൂടുതൽ കാലം കാത്തു വെക്കാം. അതുപോലെ തന്നെ അതിന് കൂടുതൽ മൂല്യവും കൂടുതൽ വിലയും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതിനായിട്ടാണ് ഇപ്പോൾ കർഷകർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കാർഷിക മേഖലയിൽ സ്ഥായിയായ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം അത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് കാർഷിക വിളകൾ അപ്പാടെ വിൽക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു പ്രവണത ഇനിയും മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. അവർ രണ്ട് രീതിയിലുള്ള വിൽപ്പനയും നടത്തേണ്ടതുണ്ട്. ഉൽപ്പന്നം വിളവെടുത്ത് അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നതും കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ഇതിനു വേണ്ടി ലഭിക്കുന്നത്? കൃഷി വകുപ്പ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖലയിലേക്ക് കർഷകരെ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫാം പ്ലാൻ കൃഷിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വികസന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന പദ്ധതി, പരിശീലനങ്ങൾ, അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൃഷി സംരംഭം തുടങ്ങാനുള്ള ചെറിയ തോതിലുള്ള ഫണ്ടുകൾ, ഇത്തരത്തിൽ ഒട്ടനവധി പദ്ധതികൾ കൃഷിഭവനിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ച് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ പരിശീലനം അത് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ചെറിയ തോതിലുള്ള പരിശീലനങ്ങൾ സാധാരണ കൃഷിഭവനിൽ നടത്താറുണ്ട്. നമ്മുടെ പല ആത്മാ പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ കൃഷിഭവനിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് പല പരിശീലന പരിപാടികളും നടത്താറുണ്ട്. ഇതിന് പുറമെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ, വെള്ളാനിക്കരയിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ, അത് കാർഷിക മേഖലയിലുള്ള സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് പരിശീലനവും അതുപോലെ തന്നെ അവർ സംരംഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള സേവനം കർഷകർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. അതുകൂടാതെ പല ഇൻക്യുബേഷൻ സെൻറ്ററുകൾ നമ്മുടെ IASR പോലുള്ള സ്ഥാപനങ്ങൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. അതിലൂടെയും നമുക്ക് കർഷകർക്ക് സഹായത്തിലൂടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ അടുത്തിടെയായി മിക്ക പഞ്ചായത്തുകളിലും
ഈ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചതായി അറിയുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കൃഷിക്കൂട്ടങ്ങൾ എന്നുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നത്? കൃഷി വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഞങ്ങളും കൃഷിയിലേക്ക്, എല്ലാ കർഷകരെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയായിട്ട് നമ്മൾ നടപ്പിലാക്കി വന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിലൂടെ തന്നെ കുറേ ആളുകൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയ ചെറിയ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ആവശ്യമാണോ അതിൽ വിപണിയിൽ എത്തിക്കാനൊക്കെ അവർക്ക് അസൗകര്യങ്ങൾ നേരിടും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഗ്രൂപ്പായിട്ട്, അതായത് ചെറിയ ചെറിയ കൃഷിയിടങ്ങളുള്ളവർ ഗ്രൂപ്പാക്കി ഒരു അയൽക്കൂട്ടം പോലെ ഒരു സംവിധാനമാണ് കൃഷിക്കൂട്ടം. അപ്പോൾ ഒരു വാർഡിൽ ഒരു കൃഷിക്കൂട്ടമെങ്കിലും ഉണ്ടാവണം. അവിടെ ഉണ്ടാകുന്ന എത്ര വിളവ് അവിടെ ഉണ്ടാവും, അത് വിപണി എവിടെയൊക്കെ കണ്ടെത്താം, അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള സഹായങ്ങൾ, ഇതൊക്കെയാണ് കൃഷി വകുപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഓരോ വാർഡിലും കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അത് കൃഷിഭവൻ്റെ എയിംസ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃഷി വകുപ്പിലൂടെ ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താം. ഓൺലൈനായിട്ട് എയിംസ് വഴി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കാർഷിക മേഖലയിലുള്ള ഏതുതരം ഉൽപ്പന്നങ്ങളും ഈ കൃഷിക്കൂട്ടങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതെ, കൃഷിക്കൂട്ടങ്ങളെ തന്നെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുണ്ട്: ഉൽപാദനം, വിപണനം, സേവനം. അതിൽ ഉൽപാദന മേഖലയിലുള്ള കൃഷിക്കൂട്ടങ്ങളാണ് ഉൽപാദനത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ വിപണനം, ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഉൽപാദനത്തിനും വിപണനത്തിനും സേവനത്തിനുമായിട്ട് കൃഷിക്കൂട്ടങ്ങളുണ്ടാവും. അപ്പോൾ വിപണനം കണ്ടെത്തേണ്ടത് വിപണനത്തിലുള്ള കൃഷിക്കൂട്ടങ്ങളാണ്. അതേപോലെ തന്നെ സേവന മേഖലയിൽ ഇപ്പോൾ കാർഷിക കർമ്മസേന പോലെ, അതേപോലെ തന്നെ കർഷകർക്ക് മറ്റ് സേവനങ്ങൾ നൽകുന്നതിനായിട്ടും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ 3ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കർഷകർക്ക് നല്ലൊരു സംരംഭമാക്കാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിലും ഒരു അടിസ്ഥാനപരമായ ഒരു രീതിയാണ് കൃഷിക്കൂട്ട രൂപീകരണം. ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് അഥവാ കർഷക ഉൽപാദക സംഘങ്ങൾ എന്തിനാണിത് രൂപീകരിക്കുന്നത്? അതെ, നമുക്ക് കുറച്ചുകൂടെ, ഇപ്പോൾ നമ്മൾ കൃഷിക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളൊക്കെ നിലവിലുണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഒരു സജ്ജമാക്കി വില്ലേജ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ഒരു വലിയ കൂട്ടായ്മയാക്കിയിട്ട് വലിയ തരം സംരംഭങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അഥവാ കർഷക ഉൽപാദക സംഘങ്ങൾ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കർഷകരുടെ കമ്പനിയാക്കി രൂപീകരിച്ചും പ്രവർത്തിച്ച് വരുന്നുണ്ട്. പല കർഷക ഉൽപാദന കമ്പനികളും ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ ഫാം പ്ലാൻ അല്ലെങ്കിൽ കൃഷിയുടെ അടിസ്ഥിത വികസന പദ്ധതിയിലൂടെ രൂപീകരിച്ച ഫാം പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങളും ഇപ്പം നിലവിലുണ്ട്. അതിൽ കർഷക ഉൽപാദന കമ്പനികൾക്ക് SFAC എന്ന് പറയുന്ന ഒരു സഹായം, അവരുടെ ഒരു സഹായം, നമ്മുടെ ഒരു കൂട്ടായ്മയാണ് കൃഷി വകുപ്പിൻ്റെ അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അത് ആണ് നമുക്ക് ഒരു FPCA എങ്ങനെ നമ്മൾ ഉൽപ്പാദനത്തിലേക്കും അതുപോലെ അതിൻ്റെ സംരംഭങ്ങളിലേക്കും പോകാം എന്നുള്ളതിന് മാർഗ്ഗനിർദ്ദേശമൊക്കെ നടത്തുന്നത് SFAC ആണ്. SFAC എന്നുള്ളത് ഏത് രീതിയിലാണ് ഇത് കർഷകരെ സഹായിക്കുന്നത്? SFAC എന്ന് പറയുന്നത് സ്മോൾ ഫാം അഗ്രി കൺസോർഷ്യമാണ്. അത് കർഷക ഉൽപാദന കമ്പനികൾക്ക് ഒരു സപ്പോർട്ട്, അതായത് അവർക്ക് ആദ്യം തൊട്ട് എന്താണ് കമ്പനി ആക്കേണ്ടത്, എങ്ങനെയാണ്, അതുപോലെ ആദ്യ ഘട്ടങ്ങളിൽ അവർക്കൊരു DPR ഉണ്ടാക്കാനും, DPR എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അത് തയ്യാറാക്കാനും, അതുപോലെ അവർക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ, അങ്ങനെ അതേപോലെ തന്നെ അവരുടെ ഷെയർ അവർ കളക്ട് ചെയ്ത് അതിന് ഇക്വിറ്റി ഷെയർ ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ, ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ SFAC ആണ് ചെയ്യുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അതിനുണ്ടാവും. അത്തരത്തിലാണ് കർഷക ഉൽപാദന കമ്പനികൾ മുന്നോട്ട് പോകുന്നത്. ഇതിലൊരുപാട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കർഷക ഉൽപാദന കമ്പനികളുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വളരെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കർഷക ഉൽപാദന കമ്പനികൾ വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വകുപ്പിന് കീഴിൽ കർഷകരെ സഹായിക്കുവാൻ ഒട്ടേറെ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ടെന്ന് അറിയുന്നു. എങ്ങനെയൊക്കെയാണ് ഇത് കർഷകർക്ക് ലഭിക്കുന്നത്? ഇൻഡസ്ട്രിയൽ വകുപ്പിന് കീഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒട്ടനവധി പദ്ധതികളുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിൽ പ്രധാനമായിട്ടും കാർഷിക സംരംഭങ്ങൾക്ക് ഇപ്പം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിൽ ഉദ്യോഗസ്ഥരുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ MSME മൈക്രോ സ്മോൾ ആൻഡ് മാർജിനൽ എൻ്റർപ്രൈസ് ഈ ഒരു സംവിധാനത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത്, അതേപോലെ PMFME പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസ് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കർഷകർക്ക് കൂട്ടായ്മകൾക്കും ഒക്കെ നമുക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള സഹായം ഇൻഡസ്ട്രിയൽ വകുപ്പിൽ നിന്ന് ലഭ്യമാണ്. ഇതിനായിട്ട് സഹായിക്കാൻ വേണ്ടി ഓരോ പഞ്ചായത്തിലും ബ്ലോക്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ
ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ 35% അതിന് സബ്സിഡി ലഭിക്കും. ഈ ഒരു DPR ഉണ്ടാക്കുന്നതിനുള്ള സഹായം കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ സബ്സിഡി ലഭ്യമാക്കാനുള്ള സഹായം കിട്ടും. ഇതിനുവേണ്ടി നിയുക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതാത് പഞ്ചായത്തിലും എല്ലാ ബ്ലോക്കിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിൽ ബ്ലോക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. അതിൽ സ്ത്രീകൾക്ക് മുൻഗണന അത്തരത്തിലൊക്കെ ഉണ്ട്. ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞ് വിപണിയിൽ എത്തിക്കുന്നതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യവസായ വകുപ്പും അതേപോലെ തന്നെ കൃഷി വകുപ്പും പല രീതിയിൽ വിപണിയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളുണ്ട്. ഒന്നാമതായിട്ട് വ്യവസായ വകുപ്പ് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളിത് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന എന്നുള്ളതിന് ഒരു പരിശീലനം, അതുപോലെ തന്നെ അവർ മേളകൾ നടത്തി ഇതിന് പബ്ലിസിറ്റി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒട്ടനവധി മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ മേളകളിലൂടെയാണ് മറ്റുള്ളവർ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരു സംരംഭത്തെക്കുറിച്ച് അറിയുകയും ഇത് നല്ലതാണല്ലോ, അത് നമുക്ക് കൂടുതൽ ആ ഒരു രീതിയിലേക്ക് വാങ്ങിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള മേളകളിലൂടെയാണ്. അതേപോലെ തന്നെ കൃഷി വകുപ്പ് ഒരുപാട് സംരംഭങ്ങൾ, അതായത് കേരള അഗ്രോ ബ്രാൻഡിംഗ് എന്ന നിലയിലും അതേപോലെ തന്നെ സെയിൽസ് സെൻ്ററുകൾ കൃഷി വകുപ്പിൻ്റെ കീഴിൽ വിവിധ തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഔട്ട്ലെറ്റുകളിലൂടെയൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൃഷി വകുപ്പ് പ്രത്യേകമായ ബ്രാൻഡിംഗ് സംവിധാനമൊക്കെ ഇപ്പം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രാൻഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ കർഷകർക്ക് അപ്രാപ്യമായ ഒന്നായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ കർഷകർക്ക് ലഭിക്കുമോ? അതെ, നമ്മുടെ കർഷകർ സാധാരണ വലിയ കമ്പനികളുടെയൊക്കെ ഇതിലെ ബ്രാൻഡിങ് എന്നൊക്കെ ഒരു കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഇത് പറയുമ്പോൾ ബ്രാൻഡിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒട്ടനവധി സംശയങ്ങളാണ്. ഇപ്പം നിലവിൽ നമുക്ക് കൃഷി വകുപ്പിലൂടെ ഈ ഒരു ബ്രാൻഡിങ് നൽകുന്നുണ്ട്. അതായത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃഷി വകുപ്പിൻ്റേതായ ഒരു ബ്രാൻഡിങ്. ഇപ്പം നമ്മളതൊരു കൃഷിക്കൂട്ടമാണെങ്കിലോ ഒരു വ്യക്തിയാണെങ്കിലോ അവരുടേതായ ഒരു പേരിനൊപ്പം തന്നെ കേരള അഗ്രോ ബ്രാൻഡിങ് എന്നൊരു ബ്രാൻഡിങ് കൂടി കൃഷി വകുപ്പ് നൽകുകയാണ്. എന്നാൽ അത് വളരെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ട് തന്നെ നൽകുന്നതിനായിട്ട് എല്ലാത്തരം ബ്രാൻഡിങ്ങിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് അതിലേക്കും പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് FSSA രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് എടുക്കണം. അതുപോലെ തന്നെ ആ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ന്യൂട്രിയൽ അനാലിസിസ് റിപ്പോർട്ട്, നമ്മളത് ടെസ്റ്റ് ചെയ്ത് അതിനകത്തെ എന്തൊക്കെയാണ് അതിനകത്തെ കണ്ടൻറ്റ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന വിധമുള്ള ന്യൂട്രിയൽ അനാലിസിസ് റിപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ പാക്കിങ്ങിനുള്ള ലീഗൽ മെട്രോളജി ലൈസൻസ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ കൃഷി ഓഫീസറുടെ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ച ശേഷം ഒരു കേരള അഗ്രോ ബ്രാൻഡിങ് നമ്മുടെ കൃഷി വകുപ്പ് ഈ ഒരു ഉൽപ്പന്നത്തിന് നൽകുകയാണ്. അപ്പോൾ അതിലൂടെ നല്ലൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് കർഷകരെ സഹായിക്കും. ഇപ്പോൾ കേരള അഗ്രോ ബ്രാൻഡിങ്ങിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നുകൂടി വിവരിക്കുമ്പോൾ? അതായത് കർഷകൻ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം ആദ്യമായിട്ട് തന്നെ അത് ഒരു ടെസ്റ്റിന് അയക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ കൃഷിഭവനിൽ നിന്നും നൽകും. അത് ഏത് രീതിയിൽ ടെസ്റ്റ് ചെയ്യാം, ന്യൂട്രീഷണൽ അനാലിസിസ്, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു അനാലിസിസ് നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കണം. അത് കൃഷിഭവനിൽ തന്നെ ആവശ്യപ്പെട്ടാൽ അവരതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകും. ഇപ്പോഴുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ടെസ്റ്റിനുള്ള ഫീസ് വരെയും ഗവൺമെൻറ് നൽകി വരുന്നുണ്ട്. ഇപ്പം ടെസ്റ്റിന് ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം 5,000-6,000 രൂപ ചിലവ് വരും. പക്ഷേ കർഷകരുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനോട് മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഈ ഒരു ടെസ്റ്റിംഗ് ഫീസ് ഇപ്പോൾ കൃഷി വകുപ്പ് നൽകി വരുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത ആ ഫീസ് ആ കർഷകർക്ക് തന്നെ തിരിച്ചു നൽകുക. അവർ ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ രസീത് സമർപ്പിച്ചാൽ ആ ഒരു തുക കർഷകർക്ക് തിരികെ നൽകുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് കൃഷി വകുപ്പ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത ഒരു ഉൽപ്പന്നം നമ്മൾ ഏതൊരു ഉൽപ്പന്നവും നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കണമെങ്കിൽ ആ ഒരു കുറച്ച് നിയമങ്ങളുണ്ടല്ലോ. അതാണ് ഒന്നാമതായിട്ട് FSSAയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ. അതുകൂടാതെ ഓരോ പഞ്ചായത്തിലും ഒരു വസ്തു വിപണനം ചെയ്യണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ലൈസൻസ് എടുക്കണം. അതേപോലെ തന്നെ പാക്ക് ചെയ്യണമെങ്കിൽ ഒരു വസ്തു പാക്ക് ചെയ്ത് വിൽക്കണമെങ്കിൽ എപ്പോഴും ലീഗൽ മെട്രോളജിയുടെ ഒരു പാക്കിംഗ് ലൈസൻസ് ആവശ്യമാണ്. അതായത് നമ്മൾ ഒരു വസ്തു ഇപ്പോൾ 200 ഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ അത് 200 ഗ്രാം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ലീഗൽ മെട്രോളജി അവിടുത്തെ അളവ് തൂക്ക മെഷീനുകൾ അവർ ടെസ്റ്റ് ചെയ്ത് സീൽ ചെയ്ത മെഷീനുകളാവണമല്ലോ. അതാണ് ലീഗൽ മെട്രോളജിയുടെ ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ അളവ് തൂക്കങ്ങളും കറക്റ്റാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെങ്കിൽ അത്
അവരുടെ ലൈസൻസോട് കൂടിയും വേണം നമ്മളത് പാക്ക് ചെയ്യാൻ. ആ ഒരു ലൈസൻസ് ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള ലൈസൻസ്. ഇപ്പോൾ നമ്മൾ കേരള ഗ്രോ ബ്രാൻഡിങ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും വിൽക്കാവുന്നതാണ്. അങ്ങനെ വിൽക്കണമെങ്കിൽ അതിന് GSTയും അതേപോലെ തന്നെ പാൻ കാർഡും ഒക്കെ ഉള്ള കർഷകർക്ക് അങ്ങനെ അത് വിൽക്കാനുള്ള അനുമതി കിട്ടും. അത് ശരി. അതുപോലെ തന്നെ ഈ FSSAI രജിസ്ട്രേഷൻ എന്താണ്, അതുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള സ്ഥാപനം. അപ്പോൾ നമ്മൾ ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നവും വിപണിയിലെത്തിക്കണമെങ്കിൽ നമ്മൾ FSSAIയുടെ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. അവർ വന്ന് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ FSSAIയുടെ അതോറിറ്റി വന്ന് നമ്മുടെ അവിടെ ഉള്ള വെള്ളം സാമ്പിളുകൾ, അതുപോലെ തന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ആളിൻ്റെ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നോക്കി ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് സജ്ജമാണോ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് FSSAIയുടെ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിപണിയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് FSSAIയുടെ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ്. ചെറിയ തോതിലാണ് ഉൽപ്പന്ന നിർമ്മാണമെങ്കിൽ രജിസ്ട്രേഷൻ മതിയാവും. കുറച്ച് വലിയ തോതിലേക്ക് പോകുന്ന കമ്പനികൾക്ക് ലൈസൻസ് നിർബന്ധമാണ്. AIF എന്നാൽ എന്താണ്? അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി എന്നതാണ് AIF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്കറിയാം, നമ്മൾ കാർഷിക മേഖലയിൽ വലിയ വലിയ സംരംഭങ്ങളൊന്നും അധികം കാണാനില്ല. കാരണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പം വലിയ തോതിൽ ഇപ്പം നെല്ലാണെങ്കിൽ നെല്ല് പുഴുങ്ങി പാർബോയിൽ ചെയ്ത് അരിയാക്കുന്ന യൂണിറ്റുകൾ അത് നമുക്ക് കുറവാണ്. അതേപോലെ തന്നെ വലിയ തോതിലുള്ള അടിസ്ഥാനം ഇപ്പം കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കോൾഡ് സ്റ്റോറേജ് പോലുള്ള സംവിധാനങ്ങൾ അങ്ങനത്തെയൊക്കെ നമുക്ക് വളരെ കുറവായ ഒരു സാഹചര്യത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി അടിസ്ഥാന സൗകര്യ നിധി എന്നൊരു പദ്ധതി കൊണ്ടുവരികയും ഇത് നമുക്ക് കർഷകർക്കോ കർഷക കൂട്ടായ്മകൾക്കോ ബാങ്ക് വഴി ഈ ഒരു സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഫണ്ട് നമുക്ക് പല വിധത്തിലുള്ള ലോണായിട്ട് നമുക്ക് ലഭ്യമാണ്. പലിശ ഇളവുള്ള ലോണുകളായിട്ടാണ് ഇത് ലഭ്യമാകുന്നത്. ഒപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പദ്ധതികളിലൂടെയുള്ള സബ്സിഡിയും ഈ പദ്ധതി ഉപയോഗിച്ച് നമുക്ക് ലഭ്യമാകും. അപ്പോൾ അതായത് നമുക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള മെഷീനറിയോ പിന്നെ അവിടേക്ക് ആവശ്യമുള്ള പ്രോസസ്സിങ്ങിന് മെഷീനറി അതുപോലെ പാക്കിങ്ങിൻ്റെ ഒക്കെ മെഷീനറിയൊക്കെ വാങ്ങുന്നതിനായിട്ട് പലിശ ഇളവുള്ള ലോണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു അടിസ്ഥാന AIF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, ഇതിനായിട്ട് തയ്യാർ ചെയ്യുന്ന DPR മുഖേന നമുക്ക് ലോൺ ലഭ്യമാവുകയും ഒപ്പം നമ്മുടെ മറ്റ് പദ്ധതിയിലൂടെ നേരത്തെ സൂചിപ്പിച്ച പദ്ധതികളിലൂടെയൊക്കെ നമുക്ക് സബ്സിഡി ലഭ്യമാവുകയും ചെയ്യും. വിവിധ പദ്ധതികളിലൂടെ നമുക്ക് സബ്സിഡി ഇപ്പം നമ്മൾ MSME കൂടാതെ തന്നെ നമുക്ക് കൃഷി വകുപ്പിൻ്റെ SHM പദ്ധതികളിലൂടെയൊക്കെ നമുക്ക് ഒരേ പദ്ധതിക്ക് വേണമെങ്കിലും നമുക്ക് സബ്സിഡി ലഭ്യമാവുന്ന സംവിധാനങ്ങളുണ്ട്. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് വേണ്ടുന്ന വൈദ്യുതി ചാർജുകൾ അതിൽ ഇളവ് ലഭിക്കാൻ എന്തൊക്കെയാണ്? അതെ, നമ്മുടെ വ്യവസായ വകുപ്പിന് കീഴിൽ നമ്മൾ ഇതുപോലുള്ള സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് അഥവാ നമ്മൾ എന്താണ് മൂല്യവർദ്ധിത കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന് വൈദ്യുതി ഇളവ് ലഭിക്കാനായിട്ട് നമ്മൾ വ്യവസായ ഓഫീസറെ സമീപിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്ലാബിലേക്ക് മാറ്റി അവിടെ ആവശ്യമായ ഇളവ് ലഭിക്കുന്നതാണ് കർഷകന്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇത്ര തരം യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം വൈദ്യുതി ആവുമല്ലോ, ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ ഒരു പദ്ധതിയിൽ MSME രജിസ്ട്രേഷനുള്ള ഉദ്യമ രജിസ്ട്രേഷനുള്ള പദ്ധതികൾക്ക് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് ഇളവിനുള്ള സൗകര്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാൻ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നേരത്തെ സൂചിപ്പിച്ച രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, പാക്കിങ്ങിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യവസായ വകുപ്പും അതുപോലെ FSSAI സ്റ്റാൻഡേർഡ്സുമായിട്ട് ഉള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക. പലപ്പോഴും നമ്മൾ സാധാരണ കർഷകർ ചെയ്യുന്നത് സാധാരണയായിട്ട് കാണുന്ന ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം അതായത് തേങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ എല്ലാവരും വെളിച്ചെണ്ണയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത്തരത്തിലല്ലാതെ നമ്മൾ നൂതന ആശയങ്ങൾ അതിൽ കൊണ്ടുവരിക. ആ രീതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉള്ള വ്യത്യസ്തപരമായിട്ടുള്ള എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത്. അതെ, ഇപ്പം നമുക്ക് നമ്മുടെ CDB ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ CPCRI കാസർഗോഡ്
അവിടെയൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ അവർ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ CPCRIയിലാണെങ്കിൽ ഇളനീരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ നീരയിൽ നിന്ന്, ഇപ്പോൾ നീര മാത്രമല്ല, നീരയിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്ന രീതിയിൽ പഞ്ചസാര പോലെ വളരെ ടേസ്റ്റ്, നമ്മുടെ സാധാരണ ലഭിക്കുന്ന പഞ്ചസാരയേക്കാളും നല്ല രീതിയിൽ രുചിയുള്ള പഞ്ചസാരയാണ് നീരയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കാനുള്ള ടെക്നോളജി, ഏത് രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നതിനുള്ള ടെക്നോളജി അവിടെ ലഭ്യമാണ്. അത് ഒരു തുക അടച്ച ശേഷമാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ടെക്നോളജി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളത് തുകയടച്ച് നമുക്ക് ചില പദ്ധതികളിൽ ആ ടെക്നോളജിക്കുള്ള ഫണ്ട് വരെയും നമ്മൾ കൃഷി വകുപ്പിൻ്റെ പല പദ്ധതിയിലും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന ടെക്നോളജി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ പുറത്ത് നമുക്ക് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇന്ന ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ അവരുടെ ലോഗോയും ഒക്കെ വെക്കാൻ സാധിക്കും. ഇപ്പം IASR തന്നെ പല ഉൽപ്പന്നങ്ങളും, ഇപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നം, ഇപ്പം ജാതിയിൽ നിന്ന് നമ്മൾ ജാതിപത്രയും ജാതിക്കായൊക്കെ അല്ലേ, പക്ഷേ IASRൽ നിന്നും ജാതിയുടെ തോടിൽ നിന്നും അതിൻ്റെ അച്ചാറ്, സിറപ്പ്, അതുപോലെ തന്നെ ക്യാൻഡി, അങ്ങനെ ഉണ്ടാക്കാവുന്ന പല ടെക്നോളജിയും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ചെറിയ തുക അടച്ച് അത് നമുക്ക് വാങ്ങാവുന്നതും അവരുടെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിന്ന് അത് നിർമ്മിച്ച് പഠിക്കാവുന്നതും, അതുപോലെ തന്നെ നമുക്ക് പാക്കറ്റിൽ അത് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇന്ന ഗവേഷണ സ്ഥാപനത്തിൽ നിന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ്. അപ്പോൾ കുറച്ച് വിശ്വാസത, അതിലൊരു ആ ഒരു പ്രോഡക്റ്റിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കിട്ടും. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഈ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് പ്രത്യേകമായി വിൽക്കുവാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന് ചെയ്യുന്നത്? അതെ, ഇപ്പം നമ്മൾ കൃഷി വകുപ്പ് മുഖേന BPKP എന്ന് പറയുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. അപ്പോൾ അത് നടപ്പിലാക്കി എല്ലാ പഞ്ചായത്തിലും അത് കൃഷിഭവനിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ്, അതായത് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് PGS സർട്ടിഫിക്കേഷൻ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ PGS ഗ്രീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതിനൊരു ലോഗോയും ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്ക് ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതാണ്. അത് കേരളഗ്രോ ബ്രാൻഡിങ്ങിലാണെങ്കിലും കേരളഗ്രോ ഗ്രീൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ PGS ഗ്രീൻ എന്ന് പറഞ്ഞ് ഒരു ലോഗോ കൊടുത്തിട്ട് വിൽക്കുക. അപ്പോൾ അത് വാങ്ങുന്ന കർഷകർക്ക്, അത് കുറച്ച് ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞു വരുന്നതേ ഉള്ളൂ, ആദ്യഘട്ടത്തിലാണ്. അപ്പോൾ കുറച്ച് കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിന് നല്ല വില മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. ഈ കൃഷി വകുപ്പിന് കീഴിൽ ഇത്തരം സ്ഥാപനങ്ങൾ നിലവിലുണ്ടോ ഇന്ന്? നിലവിലുണ്ട്. കൃഷി വകുപ്പിന് കീഴിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളഗ്രോ ബ്രാൻഡഡ് ഷോപ്പുകളെന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലയിലും നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ബ്രാൻഡിങ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ കൃഷി ചെയ്യുന്ന നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കേരളഗ്രോ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഈ ഷോപ്പുകളിൽ കിട്ടുന്നത്. ഇത് ഒരു വർഷം ആയിട്ടുള്ളൂ. ഇനി ഇത് എല്ലാ ബ്ലോക്കുകളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം തിരിച്ചറിയാനും അവയുടെ ഗുണമേന്മ തിരിച്ചറിഞ്ഞ് നമുക്കത് വാങ്ങുവാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത്? ഗുണമേന്മ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച FSSAI ആണ് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത്. അവരുടെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണ ചെയ്യുന്ന പോലെ അവർ ഒരു നിശ്ചിത ഇടവേളകളിൽ അവർ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും അതിലുള്ള നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അറിയിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കീടനാശിനിയുടെ അവശിഷ്ട വിഷം ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പദ്ധതി കൃഷി വകുപ്പിലൂടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉടൻ തന്നെ നടപ്പിലാവുമ്പോൾ നമുക്ക് ജൈവ കൃഷി ചെയ്ത PGS സർട്ടിഫിക്കേഷൻ നടത്തിയ കർഷകരുടേത് കീടനാശിനി ഇല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം നമ്മൾ കൃഷി വകുപ്പിലൂടെ ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ഗുണമേന്മ ഉറപ്പുവരുത്തി നമുക്കത് വാങ്ങാവുന്നതാണ്. SMAM പദ്ധതി അതെങ്ങനെയാണ് കർഷകർക്ക് ഉപയോഗപ്പെടുന്നത്? SMAM എന്ന് പറയുന്നത് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷനാണ്. ഈ ഒരു പദ്ധതി കുറച്ച് കാലമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നു. പലപ്പോഴും ഇത് കാർഷിക യന്ത്രങ്ങളുടെ ഒരു വാങ്ങാനുള്ള സബ്സിഡി ലഭിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് കർഷകർ വിചാരിക്കുന്നത്. ട്രാക്ടർ, ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങളൊക്കെ തന്നെ കർഷകർ ഇതിലൂടെ ഒരുപാട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്കൊക്കെ കർഷകരുടെ ഇടയിൽ വളരെയധികം അറിയുന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SMAM പദ്ധതിയിൽ കാർഷിക മൂല്യവർദ്ധിത
ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒട്ടനവധി മെഷീനറി SMAM പദ്ധതിയിലൂടെ ലഭ്യമാണ്. ഇതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ല്, അത് പാക്ക് ചെയ്യുന്ന ബോട്ടിലിംഗ് പ്ലാന്റ്, അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ മൂല്യവർദ്ധിത സംസ്കരണത്തിന് ആവശ്യമായ മെഷീനറി ഇതിലൂടെ ലഭ്യമാണ്. ഇപ്പം കാർഷിക യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാക്ടർ, ടില്ലർ എന്നുള്ളത് മാത്രമല്ലാതെ സംരംഭം തുടങ്ങാനുള്ള മെഷീനറി കൂടി ഇതിലൂടെ വാങ്ങണം. കാരണം ഗ്രൂപ്പിന് 80% സബ്സിഡിയിൽ SMAMലൂടെ നമുക്ക് മെഷീനറി ലഭ്യമാണ്. അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങി നമുക്ക് MSMEയിലൊക്കെ 35% സബ്സിഡി നമുക്ക് എല്ലാ പദ്ധതിക്കും കിട്ടിക്കോണമെന്നില്ല. അതിന് പുറമെ നമുക്ക് ചില മെഷീനറിയൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ മെഷീനറി എല്ലാ മെഷീനറികളും അത് വ്യക്തികൾക്കാണെങ്കിൽ 40%, ഗ്രൂപ്പിനാണ് 80% അതിലൂടെ ലഭ്യമാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഈ രംഗത്ത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എന്തൊക്കെയാണ് വിവരിക്കുമ്പോൾ? കൃഷി വകുപ്പ് നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനത്തോടൊപ്പം ഏറ്റവും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും അവയുടെ വിപണനത്തിനുമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ട് പുതിയതായിട്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് കേര, അഥവാ കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. ഈ ഒരു പദ്ധതി വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് വേൾഡ് ബാങ്ക് 2365 കോടിയോളം രൂപ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കൃഷി വകുപ്പ് ലക്ഷ്യമിടുന്നത് ഉൽപ്പാദനത്തിനോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവയുടെ വിപണനവും അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളത്തിലെ കർഷകരെ എത്തിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കൃഷിഭവൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും കർഷക ഉൽപ്പാദന സംഘടനകളുടെ പ്രവർത്തനവും ഒക്കെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കേര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കൃഷി വകുപ്പ് വേറെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ പദ്ധതിയാണ് ക്യാപ്കോ, അഥവാ കേരള അഗ്രോ ബിസിനസ് കമ്പനി. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കർഷകൻ്റെ ഉൽപ്പാദനങ്ങൾ, അതുപോലെ തന്നെ FPOയുടെ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിപണന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ തരത്തിലേക്കുള്ള ക്വാളിറ്റിയിലെത്തിക്കുകയും അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും ക്യാപ്കോ ഏറ്റെടുത്ത് നൽകും. അപ്പോൾ ഈ ഒരു സംരംഭത്തിൽ നമ്മുടെ ഇവിടുത്തെ FPOകളെല്ലാം ഇതിലൊരു കൂട്ടായ്മയിലുണ്ടാവും ഈ ഒരു ക്യാപ്കോയുടെ സംരംഭത്തിൽ. അതുകൊണ്ട് തന്നെ കർഷകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കർഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാതെ അവരവരുടെ കൃഷിക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ SHGകൾ രൂപീകരിച്ച് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് എപ്പോഴും ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് അതൊരു FPO അല്ലെങ്കിൽ FPC ആയിട്ട് മാറുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം നമുക്ക് വിപണനത്തിനും അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും കൂടുതൽ പ്രാധാന്യം ലഭിക്കും ആ ഒരു രീതിയിൽ. അപ്പം കർഷകരെ സംബന്ധിച്ച് പലപ്പോഴും അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കേന്ദ്ര ഫണ്ടാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഫണ്ടൊക്കെ ആണെങ്കിലും അതെപ്പോഴും ഒരു FPO അല്ലെങ്കിൽ കാർഷിക ഉൽപ്പാദന കമ്പനിയൊക്കെ രൂപീകരിച്ച് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഒരു വലിയ തലത്തിലേക്ക്, വലിയ ഉൽപ്പാദനത്തിലേക്കും വലിയ സംരംഭത്തിലേക്കൊക്കെ ചെന്നെത്താൻ വേണ്ടി കർഷകരെ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്കോ എന്നൊരു കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. അതിലൂടെ ഭാവിയിൽ വലിയ രീതിയിലുള്ള നേട്ടം കാർഷിക മേഖലയിൽ ഉണ്ടാവും. എന്തായാലും വലിയൊരു വിഷയത്തെക്കുറിച്ച് തന്നെ സംരംഭകർക്ക് വളരെ ലളിതമായ രീതിയിൽ ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ വിശദമാക്കി തന്ന ഡോക്ടർ പ്രിയ മോഹന് വയലും വീടും പരിപാടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. കർഷകർക്ക് നേട്ടത്തിനായി കാർഷിക സംരംഭങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് കൊടുവള്ളി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയ മോഹനുമായി CK ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മെയിൽ ബോക്സിൽ 9400224440 എന്ന നമ്പറിൽ വാട്സപ്പായി അറിയിക്കുമല്ലോ. വയലും വീടും പരിപാടി സമാപിക്കുന്നു. വയലും വീടും.